മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണത്തേതുപോലെ 13 സീറ്റാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ LDFന്റെ കയ്യിലുള്ള 3-4 സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ത്രികോണ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങളെങ്കിലും തങ്ങളെ തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. തലസ്ഥാന നഗരത്തിൽ കൂടുതൽ സീറ്റ് പിടിക്കുന്നവർ അധികാരത്തിൽ വരുന്ന രീതി പണ്ടുമുതൽ കണ്ടുവരുന്നതാണ്. കോവളം ഒഴികെ മറ്റു 13 സീറ്റുകളും കഴിഞ്ഞ തവണ ഇടതുമുന്നണിയാണ് കൈക്കലാക്കിയത്. 13-ൽ 12 സിറ്റിംഗ് MLAമാരെ മത്സരത്തിന് നിർത്തിയതോടെ ആ സീറ്റുകൾ കൈവിട്ടു പോകില്ലെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കോവളത്തെ പ്രചാരണത്തിൽ മേൽക്കൈ നേടിയത് ഗുണമാകുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഭരണം പിടിക്കാൻ തിരുവനന്തപുരത്തെ കുറച്ച് സീറ്റുകൾ UDFന് അനിവാര്യമാണ്. കോവളത്തിനു പുറമെ അരുവിക്കരയും കാട്ടാക്കടയും തിരുവനന്തപുരം സെൻട്രലും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. ചില സ്ഥലങ്ങളിൽ അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരവും നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയുമെല്ലാം ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂട്ടിയ അക്കൗണ്ട് തിരുവനന്തപുരം ജില്ലയിലൂടെ തന്നെ തുറക്കുമെന്ന വിശ്വാസം BJP വെച്ചു പുലർത്തുന്നുണ്ട്. അവസാന ദിവസത്തെ അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ വേണ്ടി സകല തന്ത്രങ്ങളും 3 മുന്നണി നേതാക്കൾ തലസ്ഥാന ജില്ലയിൽ പയറ്റുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡീൽ വിവാദവുമെല്ലാം ചർച്ചയായതിനൊപ്പം ഓരോ മണ്ഡലങ്ങളിലെയും പ്രാദേശിക വിഷയങ്ങളും പ്രചരണത്തിന്റെ ഭാഗമായി മാറി. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിലും ജാതിമത സമവാക്യങ്ങൾ നിർണായകമായതുകൊണ്ട് സാമുദായിക സംഘടനകളുടെ ഇടപെടലുകൾ അനുകൂലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട് മുന്നണികൾ. മീഡിയ 1 തിരുവനന്തപുരം.